ഹോം ഡിസൈൻ കേരളയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ട്രഡീഷണൽ വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. അങ്ങനെ ഒരു വീടിനെക്കുറിച്ചുള്ള റിവ്യൂ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളത്ത് മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. 1030 സ്ക്വയർ ഫീറ്റിൽ 20 ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയർ ഉൾപ്പെടെ ചെയ്ത ഒരു ട്രഡീഷണൽ വീടിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കണ്ടറിയാം. നേരെ വീട്ടിലേക്ക് പോവാം. ബാ. ഇതാണ് ഞാൻ പറഞ്ഞ വീടിൻ്റെ ഇൻറ്റീരിയർ. വളരെ മനോഹരമായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഇതാണൊരു ചെറിയ ഡൈനിങ് സ്പേസ് ആണ്. ഒരു 4 പേർക്ക് ഇരിക്കാനുള്ള ഒരു ഡൈനിങ് സ്പേസ്. പിന്നെ ഇതാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. വളരെ സിമ്പിളായിട്ട് പക്ഷെ എന്നാൽ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ട്രഡീഷണൽ വീടിൻ്റെ ഇൻറ്റീരിയർ ആണ് ഈ കാണുന്നത്. ഈ വീടിന് 2 ബെഡ്റൂമാണുള്ളത്. അതിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന മെയിൻ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് ഞാൻ ആദ്യം നിങ്ങളെ കൊണ്ടുവന്നത്. വാ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഈ ട്രഡീഷണൽ വീടിൻ്റെ ഒരു പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ കാന്തൽ വെച്ചുണ്ടാക്കിയ ഒരു കോവേണിയാണിത്. ഇത് മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയാണ് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത്. ചേട്ടാ, ഇതാണ് സന്ദീപ് ചേട്ടൻ. ചേട്ടനാണ് ഈ വീടിൻ്റെ ഓണർ. ചേട്ടാ, എങ്ങനെയായിരുന്നു ഈ വീടിൻ്റെ ഇങ്ങനെ ഒരു ട്രഡീഷണൽ മോഡൽ ഒരു വീട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നത്? ഇതെന്ന് വെച്ചാൽ എനിക്ക് പണ്ട് മുതൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പഴയ രീതിയിലുള്ള ഓടിട്ട ഒരു പഴയ രീതിയിലുള്ള ഒരു വെച്ചാൽ അധികം ബഡ്ജറ്റും പോകരുത്, നോർമലായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന രീതിയിൽ ലോൺ ഒന്നും എടുക്കാതെ നമ്മുടെ ബഡ്ജറ്റ് നിൽക്കുന്ന ഒരു വീട് വേണം. അപ്പൊ ഞാൻ ഒരു കുറെ സ്ഥലം നോക്കിയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പം നമുക്ക് നല്ലൊരു നല്ല പോസിറ്റീവ് സിലിണ്ടർ എഴുതി. അപ്പൊ അങ്ങനെ ഇത് 6 സെന്റാണ്. 6 സെന്റിനകത്ത് നമ്മൾ മേടിച്ച് നമ്മൾ കഴിഞ്ഞ ജനുവരി 15-ാം തീയതി ആയിരുന്നു ഇതിന്റെ കല്ലടിയിൽ 2024 15-ാം തീയതി കല്ലിട്ടു. നമ്മള് നവംബർ 13-ാം തീയതി പാല് വെച്ചായിരുന്നു. അപ്പം 9 മാസത്തെ ഗ്യാപ്പിനുള്ളിൽ നമ്മുടെ വീട് പണി കഴിഞ്ഞു. 8 മാസം 9 മാസം കൊണ്ട് കാരണം എന്റെ ഒരു എയിം ആയിരുന്നു ജൂണിൽ മഴ തുടങ്ങും. ജൂണിൽ മഴ തുടങ്ങുമ്പോൾ ഈ ഓട് കയറ്റണം. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ അതുവരെയുള്ള പണി ഫിനിഷ് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം, എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പ്രസന്നൻ എന്ന് പറഞ്ഞ പുള്ളി, നല്ല കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇതിന്റെ ഐഡിയ ഫുൾ എന്റെയാണ്. കാരണം എന്റെ ഒരു ഫ്രണ്ട് റിലേഷന്റെ ആളെ കൊണ്ട് എന്റെ ഐഡിയ ഞാൻ വരപ്പിച്ച് ഇതെല്ലാം ക്ലിയർ ആക്കി കൊടുത്ത് പുള്ളി എനിക്ക് എഞ്ചിനീയർ ആണ്, എല്ലാം റെഡിയാക്കി തന്നു. അപ്പം പുള്ളി തന്നെ എന്റെ പ്ലോട്ടെല്ലാം എടുത്ത് പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ മേടിച്ചു തന്നു. പിന്നെ അതിനുശേഷം കല്ലിടിയിൽ കഴിഞ്ഞ് ഫൗണ്ടേഷൻ നമ്മുടെ പ്രസന്നൻ എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് പുള്ളി ചെയ്ത ഫൗണ്ടേഷൻ എല്ലാം കെട്ടി തന്നു. അതിനുശേഷം ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എനിക്ക് ഈ സിമെന്റ് കട്ടയോട് അധികം ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അത് ചൂടാണ്, പിന്നെ കോസ്റ്റ് കൂടുതലാണ്. ഒരു സിമെന്റ് കട്ടയ്ക്ക് എന്ന് വെച്ചാൽ എനിക്ക് വന്ന 8 ഇഞ്ചിന്റെ ഒരു സിമെന്റ് കട്ടയ്ക്ക് 42 റുപ്പീസ്, ആ സമയത്ത് 42 രൂപ ആയിരുന്നു. പിന്നെ അതിന്റെ മണ്ടയ്ക്ക് അതിന്റെ പണിക്കൂലി, ലേബർ ചാർജ് വരും, പിന്നെ തേപ്പ്,
പിന്നെ സിമെന്റ് എല്ലാം കൂടെ ചേർന്ന് എന്തായാലും ഒരു 50 റുപ്പീസ് അല്ലെങ്കിൽ 60 റുപ്പീസ് വരും. അപ്പൊ ഞാനിത് അന്വേഷിച്ചപ്പോ എനിക്ക് ലോക്ക് കട്ട വേണം. മറ്റേ ഇഷ്ടിക വെച്ചാണെങ്കിൽ അതും ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്. അതിന്റെ ഇടയ്ക്ക് സിമെന്റ് വരുന്ന പിന്നെ തേക്കണം. തേപ്പ് കൂടുമ്പോ നമുക്ക് ആ ചൂട് സിമെന്റ് നമ്മൾ എത്ര ഉപയോഗിക്കുന്ന അത്രയും ചൂട് വീടിന് വരും. അപ്പൊ അതുവേണ്ടി നമ്മൾ എന്ത് ചെയ്ത് അന്വേഷിച്ചപ്പോ ഇതുപോലെ ഈ കട്ടിങ്സിന്റെ തന്നെ സിമെന്റ് ഈ കട്ട കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓച്ചിറയ്ക്ക് കിഴക്ക് വശം. അപ്പൊ ഞാൻ അത് അവിടെ അന്വേഷിച്ചപ്പോ ഓക്കെ, നല്ല പ്ലെയിൻ ആണ് കട്ട, നമുക്ക് തേക്കേണ്ട ആവശ്യമില്ല, സിമെന്റിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ അവര് തന്നെ വന്നു. അപ്പൊ ഒരു കട്ടയുടെ വിലയെന്ന് വെച്ചാൽ 36 രൂപയാണ്. 36. അപ്പൊ അത് അവര് വന്ന് ലേബർ ചാർജ് ഉൾപ്പെടെ 40 റുപ്പീസിന് എല്ലാം ചെയ്ത് ലേബർ ചാർജ് ഉൾപ്പെടെ 40 രൂപയ്ക്ക്. നമുക്ക് വേറെ ഇതില്ല, അതിൽ കൂടുതൽ മറ്റേനാവുന്നുണ്ട്. പിന്നെ ചൂട്, മെയിൻ ആയിട്ടുള്ള ചൂടിന്റെ പ്രശ്നം. അപ്പൊ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവര് വന്ന് എനിക്ക് 2500 കട്ടകൾ ഇതിന് ആവശ്യം വന്നു. ടോട്ടൽ 2500. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ബെൽറ്റ് അടിക്കേണ്ടി വന്നു. ബെൽറ്റ് അടിച്ചു കഴിഞ്ഞ് നമ്മൾ അതിന്റെ മണ്ടയ്ക്ക് വീണ്ടും ഒരു 4 പേര് കട്ട കെട്ടി അവിടെ വെച്ച് ഫിനിഷ് ചെയ്യും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഓട് വെക്കുന്നതിന് വേണ്ടിയുള്ള എന്ന് പറയുന്നത് പൈപ്പ്, സ്ക്വയർ പൈപ്പ് അടിക്കണമായിരുന്നു. നേരത്തെ ഞാൻ ആ തടിയുടെ ഉദ്ദേശിച്ചിട്ട് പണ്ട് രീതിയിലുള്ള തടിയുടെ ഇതുണ്ടല്ലോ. അപ്പൊ തടിയുടെ വെച്ചിരുന്ന കുറെ നാൾ കഴിയുമ്പോൾ അത് ചെതലരിച്ച് ആ ഓട് മുഴുവൻ നശിച്ചു. അപ്പൊ ഞാൻ അത് വെച്ച് സ്ക്വയർ ട്യൂബ് വെച്ച് നമ്മളൊരു ഫ്രണ്ട് തന്നെ മുഴുവൻ ചെയ്തതാണ്. അപ്പൊ അതൊരു 2 ആഴ്ചത്തെ വർക്കിന് ശേഷം പഴയ ഓട് ഞാൻ മേടിച്ചു. പുതിയ ഓടിന്റെ വിലയെന്ന് വെച്ചാൽ എനിക്കൊരു 28 രൂപ 30 രൂപ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പഴയ ഓട് അന്വേഷിച്ചപ്പോ എനിക്കൊരു 6 രൂപയ്ക്ക് പഴയ ഓട് കിട്ടി. അപ്പൊ ഞാനൊരു പഴയ ഓടൊരു 2500 ഓട് ഞാൻ കൊണ്ടുവന്നത് വാഷ് ചെയ്ത് പെയിന്റ് അടിച്ച് ഫുള്ള് 2500 ഓട്. അതിനുശേഷം ഈ സമത്തോടുണ്ട്, അതൊരു 200 എണ്ണം മേടിച്ച് സമത്തോട് വിട്ട് മഴയ്ക്ക് മുമ്പ് അത് ഫിനിഷ് ചെയ്ത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അകത്ത് ഫുൾ സീലിംഗ് ആണ്. സീലിങ്ങിന് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇരുമ്പ് ബോർഡ് ഇട്ട് കഴിഞ്ഞാൽ അത് ചൂടായിരിക്കും. മേളിൽ നിന്ന് ഓട് ഒബ്സർവ് ചെയ്യുന്ന ഹീറ്റ് താഴോട്ട് വരണമെങ്കിൽ തടി വേണം. അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് തടി ഉണ്ടായിരുന്നു, മഹാഗണി. ഈ വീട്ടിലെ തടിയാണ് ഈ മുള്ള് യൂസ് ചെയ്തേക്കും. ഫ്രണ്ട് ഡോറിന് മാത്രം അല്പം പ്ലാവിന്റെ തടി മില്ലിന്ന് മേടിച്ചു. പിന്നെ ഈ മഹാഗണി നമ്മൾ ഫുള്ള് സീലിംഗ് പാകിയേക്കുന്നത്. അപ്പം അതിന്റെ ഒരു പീസ് തന്നെ എനിക്കൊരു ലാസ്റ്റ് അവസാനം എനിക്കൊരു മേളിലോട്ടൊരു ഡോറിന് വേണ്ടി ഒരു പീസിന് തന്നെ 3 പീസ് ആവശ്യമുണ്ട്. എനിക്ക് മില്ലിന്ന് മേടിച്ചു തന്നെ 3000 രൂപ ചെലവായി. ഫുള്ള് വീട് ഞാൻ അത് മഹാഗണി വെച്ചാണ് സീൽ ചെയ്തേക്കുന്നത്. അപ്പം അത് 4 ആശാരിമാര് വന്ന് ഫുള്ള് സീൽ ചെയ്ത്, ഫുൾ സീലിംഗ് ആണ്, മഹാഗണിയുടെ സീലിംഗ് ആണ് വീട് ഫുള്ള്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അകത്തെ ഇന്റീരിയർ വർക്ക് എല്ലാം അത് എന്റെ എല്ലാ ഐഡിയ ആണ്. അത് കേറുമ്പോൾ അങ്ങനെ ടോട്ടൽ എല്ലാം കൂടെ ഒരു 20 ലക്ഷം രൂപ. 20 ലക്ഷം ശരിക്കും പറഞ്ഞത് ചേട്ടന്റെ ഒരു വലിയൊരു എഫേർട്ട് തന്നെയാണ് അല്ലേ? ഇത്ര രൂപയ്ക്ക് അതിൽ നമുക്ക് മാക്സിമം ഈ കാർ പോർച്ച് ഇതെല്ലാം നമ്മുടെ തന്നെ ഐഡിയ ആണ്. ഒറ്റ പൂളിൽ നിർത്തണം, ആദ്യം സ്പേസ് ഇല്ലല്ലോ. പിന്നെ ഇതെല്ലാം കൂടെ ഉൾപ്പെടെ ഒരു 27 ലാഖ് രൂപ. 4 വർഷം ഇതും മതിലും പിന്നെ ഈ ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഇത് ടൈലും മതില് ഗേറ്റ് എല്ലാം വീട് മാത്രമായിട്ട് 20 ലക്ഷം, ഇന്റീരിയർ ഉൾപ്പെടെ 20 ലക്ഷം. നമ്മൾ ഈ വീടിന് മെയിൻ ആയിട്ട് ഒരു എന്റെ അറിവിൽ എന്റെ ഇതാന്ന് വെച്ചാല് ഇപ്പൊ ചൂട് ഏറ്റവും കൂടുതൽ ചൂട് നിൽക്കുന്ന സമയമാണ്. ഞാനിത് ചോദിക്കാൻ വരുവാണ്. ഈ ഒരു 2-3 മാസത്തേക്ക് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഫെബ്രുവരിയിലും തുടങ്ങി, നല്ല ചൂട് തുടങ്ങി. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു അകത്ത് നല്ല ക്ലൈമറ്റ് ആണ്. എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ നമുക്ക് അകത്ത് സുഖമായിട്ട് കിടക്കാം. എന്ന് വെച്ചാൽ ആ സിമെന്റിന്റെ പരിപാടി ഇല്ല വീടിനകത്ത്. ഈ കട്ട ഇപ്പൊ വെളിയിൽ പോയി ഈ കട്ട ഇട്ടിട്ട് ഞാൻ ആ കട്ട തന്നെ പൊടിച്ചിട്ട്, ഈ പെയിന്റ് ഒന്നും ഇല്ല, പെയിന്റിന്റെ പരിപാടി ഇല്ല. ഈ കട്ട തന്നെ നമ്മൾ പൊടിച്ച് എന്നിട്ട് ഫെവിക്കോൾ ചേർത്ത് നമ്മൾ അടിച്ചേക്കുവാണ്. അങ്ങനെയാണല്ലേ? നമ്മുടെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അളിയിച്ചാരട്ട് വരും, സന്ദീപ് എന്നാ പുള്ളിയുടെ പേര്. പുള്ളിയുടെ ഐഡിയ ആയിരുന്നു. അപ്പൊ ഈ കട്ട തന്നെ നമ്മൾ പൊടിച്ചിട്ട് അതിനകത്ത് ഫെവിക്കോൾ ചേർത്തിട്ട് 4 വശം അടിച്ചേക്കാണ്. പിന്നെ അകത്തെന്ന് വെച്ചാൽ ഈ കട്ടയുടെ ഇത് മാറാൻ വേണ്ടി നമ്മൾ ഡയറക്റ്റ് അതിൽ പുട്ടി അടിച്ചിട്ട് അതിൽ ഡയറക്റ്റ് പെയിന്റ് അടിച്ചേക്കാണ്. അപ്പം അതുകൊണ്ട് ചൂടെന്ന് പറഞ്ഞൊരു സംഭവം പടിഞ്ഞാറ് ഉച്ച കഴിഞ്ഞ് പടിഞ്ഞാറൊന്നും അടിക്കുമ്പോൾ അതിന്റെ ഡയറക്റ്റ് ആയിട്ട് ശാല ഒരു ചൂടുണ്ട്. അല്ലാതെ എന്നാലും ബാക്കിയുള്ള ഇതിനെ അപേക്ഷിച്ച് സിമെന്റ് വെച്ച് വളരെ ചൂട് കുറവാണ്. മറ്റുള്ള വീട്ടിൽ പോകുമ്പോൾ സിമെന്റ് ഞാൻ പലരോടും പറയും സിമെന്റ് കട്ട ഉപയോഗിക്കരുത്. കാരണം സിമെന്റ് കട്ട ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെയധികം ചൂടുമായിട്ട് ഒരു സിമെന്റ് കട്ടയ്ക്ക് ഒരു 90% ഇതൊരു 40% നമുക്ക് ചൂട് കുറച്ച് വളരെ ചൂട് കുറച്ച് അതെനിക്കൊരു അനുഭവമാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എന്റെ വൈഫ് അനുവിനും പിന്നെ മോള് നന്ദമോളും പിന്നെ റിലേഷനായ നമ്മുടെ അനന്തു അമ്മു പിന്നെ ശോഭ ആന്റി എല്ലാവരും ഒരു വലിയൊരു എഫേർട്ട് ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഐഡിയാസ് എല്ലാവരും അവരും തന്നിട്ടുണ്ട്. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ അവര് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു.
പിന്നെ നമ്മൾ മെയിനായിട്ട് വെള്ളം യൂസ് ചെയ്യുന്ന വെച്ചാൽ കുഴൽക്കിണറാണ്. സ്ഥലം ഇല്ലാത്ത കാരണം നമുക്ക് ഇതേ പറ്റത്തുള്ളൂ. ഇതാണ് എടുത്തത്. ഇത് നമ്മുടെ ഒരു പയ്യന്റെ ഒരു ഐഡിയ ആണ്. പുള്ളിയുടെ പേര് സുഭാഷ് എന്നാണ്. നല്ല രീതിയിൽ പ്ലംബിംഗ് വർക്ക് എല്ലാം പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല മെഷീൻ ടൈപ്പുള്ള പ്ലംബിംഗ് വർക്കാണ്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് കുറെ ഐഡിയ നമ്മുടെ ഒരു ചേട്ടച്ചാരുണ്ട്, നമ്മുടെ പെങ്ങളുടെ ഭർത്താവാണ്, രാജേഷ് എന്നാണ് പേര്. പുള്ളി നല്ല ഐഡിയ തന്നിട്ടുണ്ട്. പുള്ളിയുടെ വൈഫ് സുഷ നല്ല ഹെൽപ്പായിരുന്നു. അവരെല്ലാം നല്ല ഐഡിയസ് തന്നിട്ടുണ്ട്. നമ്മള് മെയിൻ ഇതെന്ന് വെച്ചാൽ പല വീട്ടിൽ ചെല്ലുമ്പം വീടിന് 4 വശം പോച്ച വളർന്ന് കിടക്കുന്ന, പുല്ല് വളർന്ന്. അപ്പൊ നമുക്ക് എന്റെ ഒരു ഐഡിയ എന്ന് വെച്ചാല് അങ്ങനെ പുല്ല് വളരാനുള്ള അവസരം കൊണ്ട്, കാരണം ഈ സമയത്ത് ഈ ചൂടും പിടിച്ച് ചെത്താറാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചപ്പോ അതിന്റെ അടിയിൽ കുറച്ച് ഇപ്പം ഒരു പുതിയൊരു മാറ്റ് ഇറങ്ങിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ. അപ്പൊ അത് മുഴുവൻ നിരത്തിയിട്ട് കുറച്ച് നല്ല ഉരുളൻ കല്ല്, ഇത് കിലോയ്ക്ക് 10 രൂപ വെച്ച് എനിക്ക് കവലയിൽ നിന്ന് കിട്ടി. അപ്പൊ ഇതിന് 2000 കിലോ ഞാൻ എടുക്കും. കവല എന്ന് പറയുന്നത് നമ്മുടെ ഹരിപ്പാട് കവല. പറയുമ്പോൾ TKM കോളേജിന്റെ അടുത്ത്. അപ്പൊ അതിൽ ഒരു 2000 കിലോ മേടിച്ചിട്ട് ഞാൻ 2 സൈഡിൽ വെട്ടു. അതുകൊണ്ട് അതൊരു ഭംഗിയാവും, പിന്നെ നമുക്ക് കൂടുതൽ മെനക്കേട് വരുന്നില്ല. അതുകൊണ്ട് പിന്നെ കാർപോർട്സിന് ഞാൻ പറഞ്ഞായിരുന്നില്ല, കാർപോർട്സ് നമ്മളൊരു ഐഡിയ പരമായിട്ട് സ്പേസ് ഇല്ലാത്ത കാരണം 2 കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിന്റെ അടിയിൽ നിന്ന് തന്നെ 4 mm സ്ക്വയർ ട്യൂബ്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ നിന്നോളൂ. അടിയിൽ നിന്ന് തന്നെ ബേസിൽ നിന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്ത് വെക്കും. അപ്പൊ 2 പുള്ള് തന്നെ നിൽക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ നമ്മുടെ മതിലും ഇതെല്ലാം വന്നിരിക്കുന്നത്, ഈ മതിലെല്ലാം വന്നേക്കാൻ നമ്മൾ ലോക്ക് കട്ട വെച്ചാൽ അകത്ത് നമ്മൾ അധികം കുക്കിങ്ങും കാര്യങ്ങളും അതില്ല. കാരണം അറിയാമല്ലോ, ഫുള്ള് അത് അഴുക്കാവും. അത് കാരണം നമ്മൾ ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും അതിനകത്താണ്. കാശിയുള്ള വാഷിംഗ് മെഷീൻ എല്ലാം അതിനകത്താണ്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഒരു ചെറിയ ടൈം പാസിന് വേണ്ടി ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. പയറ്, പിന്നെ മത്തൻ, പിന്നെ പാവല്, ടൊമാറ്റർ, വെണ്ട എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. സമയം അതുകൊണ്ട് എല്ലാവർക്കും ഇപ്രാവശ്യം കുറെ പച്ചക്കറികൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. പൈസക്കല്ല, ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ഒരു ശാലം തരാം. പിന്നെ ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ ഒരു സന്തോഷം. അപ്പോൾ സന്ദീപേട്ടൻ ഒരു റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും വലിയൊരു എഫേർട്ടിൻ്റെ ഫലമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ ഈ ഒരു ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ അത് ഒരുപാട് പേർക്ക്, കാരണം ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും മനോഹരമായിട്ടൊരു വീട്, അതുപോലെ നമ്മൾ ഓരോ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഇപ്പം ചെറിയ ഓരോന്നിൻ്റെ എമൗണ്ട് ആണെങ്കിലും എവിടെ നിന്ന് മേടിച്ചു എന്നുള്ളതൊക്കെ ആണെങ്കിലും അത് ഇതുപോലെ വീഡിയോ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് വലിയ താങ്ക്സ് ഉണ്ട്. നന്ദിയുണ്ട്. നിങ്ങൾ വന്നല്ലോ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ ഓരോ മാക്സിമം ലോണും കടങ്ങളും ഒഴിവാക്കി കയ്യിൽ കിട്ടുന്ന പൈസ കൊണ്ട് കുറച്ച് ഉണ്ടാക്കുക. വീടെന്ന് പറഞ്ഞ നമുക്കൊരു സ്വപ്നമാണെങ്കിലും നമുക്ക് ഒരു ഇതല്ല, എന്ന് വെച്ചാൽ അസറ്റല്ല. എന്ന് വെച്ചാൽ വീട്ടിൽ പൈസ മുഴുവൻ മുടക്കി ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ കടമെടുത്ത് ലോൺ എടുത്ത് ജീവിതകാലം മുഴുവൻ നമ്മൾ വീട്ടിന് വേണ്ടി പിന്നെ ആ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇപ്പോൾ 2 നില 3 നിലയൊക്കെ നമ്മൾ ഓരോരുത്തർ വെക്കും. ഇപ്പോൾ എനിക്ക് 2 നിലയാണെങ്കിൽ അടുത്ത ആൾ 3 നില വെക്കും. അപ്പോൾ അതിലേക്ക് പണം മുടക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, ആ 2 നിലയുടെ നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ 1 മാസമേ കാണത്തുള്ളൂ. പിന്നെ തൂക്കാനും തുടയ്ക്കാനും മണ്ടയ്ക്കോട്ട് പോകാനും ആരും കാണത്തില്ല, കയറത്തുമില്ല. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുവാണ്. അതെന്ന് വെച്ചാൽ അത് അങ്ങനെ കിടന്ന് നശിക്കും. ഒരു വീട്ടിൽ 2 3 പേരുണ്ടെങ്കിൽ നമ്മൾ 5 6 മുറിയൊക്കെ പണിഞ്ഞെടുക്കും. മുകളിലോട്ട് പോകാൻ ആരും ആഗ്രഹിക്കത്തില്ല. മാസം എന്നുള്ളത് പിന്നെ വർഷത്തിലാവും തൂക്കാനും തുടയ്ക്കാനും. അപ്പം മാക്സിമം നമ്മൾ നമ്മുടെ ബഡ്ജറ്റിലുള്ളത് കടമെടുക്കാതെ ചെറിയ രീതിയിലുള്ള ചെറിയ വീട് വയ്ക്കുക. എന്തായാലും വലിയൊരു ഇതാണ് ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇത്രയും നേരം ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ശ്രീരാജ്.